അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് ശാസിച്ചു എന്ന വാർത്തയാണല്ലോ ഇപ്പോൾ ലോക മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെബനാനിൽ നിന്ന് നിങ്ങൾ സൈന്യത്തെ പിൻവലിക്കണം, ലെബനാനിലുള്ള എതിരെയുള്ള ആക്രമണം നിർത്തണം എന്നൊക്കെ ശാസിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഫോൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത്? നിങ്ങൾ നന്ദി കെട്ട ആളല്ലേ? ഞാനില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ജയിലിലായേനെ എന്നൊക്കെയുള്ള ശാസനകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഫോണിലൂടെ നെതന്യാഹുവായിട്ട് സംസാരിച്ചിട്ടുള്ളത് എന്നാണ് വൈറ്റ് ഹൗസിലെ ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഞാൻ പറയുന്നതല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഏതായാലും ഇതിനു ശേഷം ലെബനാനിൽ നിന്ന് നെതന്യാഹു സൈന്യത്തെ പിൻവലിച്ചു. എന്നാൽ പിൻവലിച്ചതിന് പിറകെ തന്നെ ഇസ്രായേലിലെ തീവ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് സൈന്യത്തെ പിൻവലിച്ചത്? ഇതോടുകൂടി നെതന്യാഹു ചെകുത്താനും കടലിലും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇറാനുമായി യുദ്ധം തുടങ്ങിയതിന് ശേഷം തന്നെ നെതന്യാഹു ചെകുത്താനും കടലിനും ഇടയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മദ്രിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് മലയാളത്തിൽ ചൊല്ലുണ്ടേ. അതുപോലെ ആയിരിക്കുകയാണിപ്പോൾ അമേരിക്കയും ഇസ്രായേലുമൊക്കെ. അതൊക്കെ ലോകങ്ങൾക്കറിയാം. എന്നാലും ഗൾഫിലെ ചില രാജ്യങ്ങളെ പറ്റി ഞാൻ പറയാൻ പോകുന്ന കാര്യം ആരും പിണങ്ങണ്ട. കുറച്ച് സത്യം പറയാൻ പോവാണ്. നിങ്ങൾക്കിപ്പോഴും ഗൾഫിലെ ഭരണാധികാരികൾക്ക് അമേരിക്കയെ പേടിയാണ്, ചില രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക്. കാരണം നിങ്ങളുടെ നിറയെ സ്വത്തുക്കളൊക്കെ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത് അമേരിക്കയിലാണ്. ഇസ്രായേലുമായിട്ട് നിങ്ങൾക്ക് വ്യാപാര കരാറുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും നമ്മുടെ അഭിമാനവും അന്തസ്സും ആരുടെ മുന്നിൽ അടിയറ വെക്കാതെ മുന്നോട്ട് പോകണം. അത് ചെയ്യുന്ന ആളാണ് ഇറാന്. അതുപോലെ തന്നെയായിരുന്നു ഇറാഖും സദ്ദാം ഹുസൈനും. പക്ഷേ അവരൊക്കെ തകർത്ത് കളഞ്ഞു. അതുപോലെ തന്നെ വെനിസ്വേലയിലെ പ്രസിഡന്റിനെ ഒറ്റ രാത്രി കൊണ്ട് പിടിച്ചുകൊണ്ട് നാട് കടത്തി അമേരിക്ക കൊണ്ടുവന്ന പോലെ ഇറാനിലെ ഭരണാധികാരികളെയും അങ്ങനെ ചെയ്യാമെന്നല്ല വ്യാമോഹമായിരിക്കാം അമേരിക്കയ്ക്ക് ഇസ്രായേലിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ തോന്നിപ്പിച്ചൊരു കാരണം. പക്ഷേ അവരടുത്ത് പല നേതാക്കന്മാരെ അവർ കൊന്നു എന്ന കാര്യം നേര് തന്നെ. ഇറാൻ ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അതേപോലെ തന്നെ നഷ്ടങ്ങൾ ഇസ്രായേലിലും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ നാശനഷ്ടങ്ങളുടെ കണക്കൊക്കെ ഇസ്രായേൽ ഗവൺമെൻറ്റും ഇസ്രായേലിലെ മാധ്യമങ്ങളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു യുദ്ധം ഉണ്ടായിക്കുകയാണെങ്കിൽ ഒരു നഷ്ടം ഒരു രാജ്യത്തിന് മാത്രമല്ല ഉണ്ടാവുക, അത് അടുത്ത രാജ്യങ്ങൾക്കും ഉണ്ടാവും, ഈ യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ അമേരിക്ക എത്രയോ ദൂരത്താണ്. എന്നാലും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫിലാണ് നിലകൊള്ളുന്നത്. അതൊക്കെ ഇറാൻ കഴിയുന്നത്ര ആക്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും നെതന്യാഹുവിൻ്റെയും അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും ഇപ്പോൾ ഈ തെറ്റിപ്പോയുള്ള പോക്ക് നല്ലതിനാണോ അതോ മറ്റു ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അമേരിക്ക ചെയ്യുന്ന ഒരു തന്ത്രമാണോ എന്നറിയില്ല. കാരണം ഗൾഫ് മേഖലയിലും ലോകത്തിൻ്റെ ഇടയിലൊക്കെ അമേരിക്ക ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഒന്ന് തള്ളി ഒന്ന് പിണങ്ങി ലോകരാഷ്ട്രങ്ങൾ അമേരിക്ക ഒപ്പം കൂടും എന്നൊരു വ്യാമോഹം ചിലപ്പം ആർക്കുണ്ടാവാം? അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടാവാം. അങ്ങനെയാണ്. അയാൾ വളരെ വളരെ തന്ത്രജ്ഞനാണ്. പക്ഷേ തന്ത്രങ്ങളൊക്കെ പാളിപ്പോയ ചരിത്രമേ ഉള്ളൂ. അമേരിക്കയ്ക്ക് മൊത്തത്തിൽ അമേരിക്ക ചെയ്ത യുദ്ധങ്ങളൊക്കെ നോക്കി, ഇറാഖ്, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ഇവിടെയൊക്കെ അമേരിക്ക വിജയിച്ചിട്ടില്ലല്ലോ. ഒരുപാട് സൈനികർ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങൾ അവർക്കും പോയിട്ടുണ്ട്. എന്നാലും അമേരിക്ക ഇവിടെ വിജയിച്ചില്ല. തോറ്റോടോടി വന്നിട്ടാണ് ഈ സ്ഥലത്തൊക്കെ. ആ പാത തന്നെയാണ് ഇപ്പോൾ ട്രംപും പിന്തുടരുന്നത്. ലോക പോലീസ് എന്ന് ചമയാന്നുള്ള ആ തന്ത്രം ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട്. അമേരിക്കയെ പേര് കേട്ടാൽ വിറച്ചിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഏതായാലും നെതന്യാഹുവായിട്ട് ഒന്ന് പിണങ്ങിയാൽ ഇവരൊക്കെ നമ്മളെ പിന്തുണയ്ക്കുമെന്നൊരു ധാരണ അമേരിക്കൻ പ്രസിഡന്റിനും ഉണ്ടാവും. ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾ ചീത്ത പറയാം, അതൊന്നും ഉണ്ടായിട്ടല്ല. ലോകരാജ്യങ്ങൾക്ക് നമ്മൾ കടിക്കട്ടെ എന്നൊരു ധാരണയും അമേരിക്കയ്ക്ക് ഉണ്ടായേക്കാം. ഏതായാലും ഇത് സത്യാവസ്ഥ എന്താണെന്നറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടുള്ള കാര്യം നേരാണ്. ഇനി വരും ദിവസങ്ങളിൽ ലോകത്ത് എന്തൊക്കെ സംഭവിക്കാമെന്ന് അറിയില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം. ഇത്രേ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞതാണ്. പല മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വെച്ച വാർത്ത വെച്ച് ഞാൻ എൻ്റെ അറിവ് വെച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ.
നിങ്ങൾക്കത് വിലയിരുത്താവുന്നതാണ്. ഓക്കെ, ഇതുപോലെ വീഡിയോകൾ ഇനിയും വരും കേട്ടോ. ഓക്കെ.